നമസ്കാരം. അവസാനം കോക്രോച്ച് പാർട്ടികൾ അവരിപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ UPയിലേക്കും പറന്ന് കയറിയിരിക്കുകയാണ്. ഇനിയുള്ള ഏറ്റുമുട്ടൽ യോഗിയുമായിട്ടായിരിക്കും. അതിനാണ് സാധ്യത. മുഹമ്മദ് ജുനൈദിൻ്റെ പ്രശ്നവുമായിട്ടാണ് UP പ്രവേശനം നടത്തിയിട്ടുള്ളത് പാറ്റകൾ. ഡൽഹിയിൽ സമരം നടക്കുന്ന സമയത്ത് CJP സമരസേനാനികൾക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു BJP സർക്കാർ. ആരും ചെയ്യാത്ത രീതിയിൽ ഈ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമെന്ന് പറയാൻ കാരണം ഇപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ രാജ്യത്ത് നിയമപ്രകാരം അനുവാദം വാങ്ങിച്ച് സമരം ചെയ്യുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരസേനാനികൾക്ക് വലിയ രൂപത്തിലുള്ള ഉപരോധം, കുടിവെള്ളം മരം മുട്ടിച്ചു, ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടി, സഞ്ചരിച്ച് അവിടെ എത്താനുള്ള മാർഗങ്ങൾ മുഴുവൻ അടച്ചു. ഭക്ഷണം കിട്ടാൻ മാർഗമില്ല. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പട്ടിണി കിടന്ന് ചാകണം. പക്ഷേ അത്തരം ഭീഷണികളൊന്നും അവിടെ വില പോയില്ലെന്ന് നമുക്കറിയാം. സമരസേനാനികൾക്ക് ഡൽഹിയിലുള്ളവരും ഡൽഹിയിലെ പ്രാന്തങ്ങളിലുള്ളവരും ഹരിയാനയിലുള്ളവരും UPയിലുള്ളവരും പഞ്ചാബിലുള്ളവരൊക്കെ ഭക്ഷണം എത്തിച്ചു, വെള്ളം എത്തിച്ചു. കാരണം അവിടെ സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിയും അവിടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണങ്ങൾ അതിനൊന്നുമല്ല. കുട്ടികളാണ് സമരം ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് എല്ലാ വീട്ടമ്മമാർക്കും വീട്ടച്ഛന്മാർക്കും അറിയാം, വീട്ടിലെ കാരണവന്മാർക്കും അറിയാം. സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നു, കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പരീക്ഷയുടെ സമയമാകുമ്പോഴുള്ള കാര്യം അറിയാലോ, ചോദ്യപേപ്പർ ചോർച്ച. ഇതിപ്പോൾ നിരന്തര പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സമരത്തിന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളും വലിയ പിന്തുണ നൽകി. അതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം നൽകി, വെള്ളം നൽകി, മറ്റുള്ള സൗകര്യങ്ങൾ നൽകി. ആ കൂട്ടത്തിൽ UPയിൽ നിന്ന് വന്ന് അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് കേട്ടോ, ഒരു അഭിഭാഷകനാണ്, നല്ല സന്നദ്ധ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ജുനൈസ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മുസ്തഫ. അദ്ദേഹം ഭക്ഷണം നൽകിയതിൻ്റെ പേരിൽ യോഗിയുടെ പോലീസ് വലിയ പീഡനം നടത്തി, അറസ്റ്റ് നടത്തി. വീട്ടുകാരെ വരെ പിടിച്ചുകൊണ്ടുപോയി, മാതാപിതാക്കളെ വരെ പിടിച്ചുകൊണ്ടുപോയി. കുടുംബാംഗങ്ങളെയും UP പോലീസ് അങ്ങനെ കസ്റ്റഡിയിലെടുത്തു. അതെന്തിനു വേണ്ടിയിട്ടാണ് അറിയില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജുനൈദ് മുഹമ്മദിൻ്റെ പിതാവ് മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അങ്ങനെ CJP സമരത്തിന്, കോക്രോച്ച് പാർട്ടി സമരത്തിന് അതിൻ്റെ മുഖത്തും മതത്തിൻ്റെ ചായം തേക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ യോഗി സർക്കാർ, മൊത്തം BJPക്കാർ. അവരുടെ പ്രധാനപ്പെട്ട ആയുധം മതമാണല്ലോ. CJP സമരം നടത്തിയത് മുഴുവൻ ഹിന്ദുക്കളാണ്. അവിടെ വിദ്യാർത്ഥികളാണ് സമരം നടത്തിയത്. അതിനകത്ത് മതവും ജാതിയും ഒന്നും പ്രശ്നമല്ല. വിദ്യാർത്ഥികളാണ് സമരം നടത്തിയത്. എല്ലാ മതസ്ഥരും ഉണ്ട്. പക്ഷെ ഇപ്പോൾ പറയുന്നത് CJP കോക്രോച്ച് പാർട്ടിക്കാർ മുഴുവൻ ഹിന്ദുക്കളാണ്. അത് പറഞ്ഞു പരത്താൻ UP സർക്കാർ ശ്രമിക്കുകയാണ്. ഹിന്ദുക്കളുടെ പ്രക്ഷോഭം നടക്കുമ്പോൾ മുസ്ലിങ്ങൾ ആഹാരം വിളമ്പാനെത്തിയത് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല, ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ വളച്ചും മുടിച്ചും പിരിച്ചും ഇല്ലാത്ത
കുറ്റങ്ങളും അപരാധിത്തരങ്ങളും പറഞ്ഞു പരത്താൻ ശ്രമിക്കുകയാണ്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളവും ഭക്ഷണവും എത്തിച്ച് അതിഭീകരമായിട്ടുള്ള അതിഭീകരമായ പ്രവർത്തനം നടത്തിയതിനാണ് സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് ജുനൈസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് കഴിഞ്ഞ് ആ കസ്റ്റഡിയിലെടുത്ത് ബലമായി പിടിച്ച് കയറ്റിയിട്ട് ഏകദേശം 5-6 മണിക്കൂറിലധികം വാഹനത്തിലിരുത്തി എവിടേക്കൊക്കെയോ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനെന്ന രീതിയിൽ. വെള്ളിയാഴ്ച വൈകിട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. പിന്നെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് ജുനൈദിനെ ഞായറാഴ്ചയാണ് വിട്ടയച്ചത്. അദ്ദേഹത്തെ വാനിൽ കയറ്റുന്ന സമയത്ത്, പോലീസ് ജീപ്പിൽ കയറ്റുന്ന സമയത്ത് കണ്ണ് മൂടിക്കെട്ടിയിരുന്നു. കണ്ണിൻ്റെ കെട്ടഴിച്ച സമയത്ത് 6 മണിക്കൂറിന് ശേഷം കണ്ണിൻ്റെ കെട്ടഴിച്ച സമയത്ത് അദ്ദേഹത്തിന് സ്ഥലകാലബോധം പോലും നഷ്ടപ്പെട്ടു പോയി. ചുറ്റും മലകളുള്ള അപരിചിതമായൊരു സ്ഥലത്താണ് അദ്ദേഹത്തെ അവർ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഉത്തരാഖണ്ഡിൽ മുസ്സൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിച്ചത് എന്നാണ് പിന്നീടാണ് അറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് കസ്റ്റഡിയിലെടുത്തു, ബാങ്ക് പാസ്ബുക്ക് ഇതെല്ലാം കസ്റ്റഡിയിലെടുത്തു. അതിനും പുറമെ ജുനൈദിൻ്റെ പിതാവ് മുസ്തഫയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഇതൊക്കെ സി ജെ പിയുടെ സമരസേനാനികളെ സഹായിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഇതിങ്ങനെയൊക്കെയാണെന്ന്. അവർക്ക് കുടിവെള്ളം പോലും കൊടുക്കരുത്. ഇതാണ് BJP രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം. ഇത് മാത്രമല്ല, വാപ്പയെ പിടിച്ചുകൊണ്ടുപോയി, അച്ഛനെ പിടിച്ചുകൊണ്ടുപോയി. അതോടൊപ്പം ജുനൈദിൻ്റെ ഭർത്തൃപിതാവിനെ, ജുനൈദിൻ്റെ ഭാര്യാപിതാവിനെയും അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. ഭാര്യ സഹോദരനെ പിടിച്ചു കൊണ്ടുപോയി. ഇതിൽ അതും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു രാഷ്ട്രീയവും നോക്കാതെ ഭക്ഷണം എത്തിച്ചു, വെള്ളം എത്തിച്ചത് അതൊരു കുറ്റമാണെങ്കിലൊക്കെ അതിൽ എൻ്റെ കുടുംബാംഗങ്ങൾ എന്ത് പിഴച്ചു, എൻ്റെ വീട്ടുകാരെന്ത് തെറ്റാണ് ചെയ്തത്, എന്തിൻ്റെ പേരിലാണ് എൻ്റെ പിതാവിനെയും എൻ്റെ ഭാര്യാപിതാവിനെയും ഭാര്യ സഹോദരനെയും ഒക്കെയും കൂടിയിട്ട് കസ്റ്റഡിയിലെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ജുനൈദിൻ്റെ ചോദ്യം. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ എന്നാണ് കുറ്റം ആയിട്ട് എഴുതി ചേർത്തിട്ടുള്ളത്. ജുനൈദിന് അറിയാത്തൊരു വകുപ്പ് കൂടിയുണ്ട് ജുനൈദെ. അത് മറ്റൊന്നുമല്ല, എഴുതി വയ്ക്കപ്പെടാത്തൊരു നിയമമുണ്ട്. അത് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ നിയമമാണത്. അത് VD സവർക്കർ എഴുതി വെച്ചതാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു മുസ്ലിമാണ് എന്ന്. അത് തുടരുകയാണല്ലോ. പിന്നീട് വിചാരധാരയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു. ഇപ്പോഴും അത് എടുത്ത് മാറ്റിയിട്ടില്ല. അത് BJP സർക്കാർ തുടരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ. ഇനി അവരെന്തു തന്നെ ചെയ്താലും അത് നല്ല രീതിയിൽ ഫലപ്രദമാവില്ല. കാരണം അത് ഒരു മുദ്രയാണ്, സംഘപരിവാറിൻ്റെ ഒരു മുദ്രയാണ്. VD സവർക്കർ എഴുതി വെച്ച് അത് എഴുതി വയ്ക്കപ്പെടാത്ത ആ നിയമം ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്ന നിയമം, ആ വകുപ്പ്
പ്രകാരമാണ് ഇദ്ദേഹത്തെ കുറ്റവാളിയാക്കി മാറ്റിയിട്ടുള്ളത്. ജുനൈദ് ഒരു അഭിഭാഷകനാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്ന കുറ്റമാണെങ്കിൽ ആ കുറ്റം ഒരു വട്ടമല്ല, 100 വട്ടമല്ല, 1000 തവണ ഇനിയും ആവർത്തിക്കുമെന്ന് യഥാർത്ഥ മുസ്ലിമിൻ്റെ ആർജവത്തോടെ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി പോലീസിൻ്റെ മുമ്പിൽ നിന്ന്, ഇത്രയും പറഞ്ഞ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് ജുനൈദ് മുഹമ്മദിൻ്റെ മേൽ കെട്ടിവെക്കാൻ സർക്കാർ വേറെ എന്തെല്ലാം കേസുകൾ കെട്ടിച്ചമയ്ക്കുകയോ അതൊന്നും അറിയാൻ പറ്റില്ല. എന്തായാലും പാറ്റകളുടെ UP പ്രവേശത്തെ മുൻകൂട്ടി കണ്ട് കരുതലോടെ, ജാഗ്രതയോടെ, ഒപ്പം ഭയപ്പാടോടെ കഴിയുകയാണ് ഇപ്പോൾ യോഗി സർക്കാർ. ജന്തർ മന്തർ പ്രതിഷേധം നടക്കുന്നതിൻ്റെ ഇടയിൽ UP സർക്കാർ മുഹമ്മദ് ജുനൈസിൻ്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുമുണ്ട്. മുഹമ്മദ് ജുനൈസിനെതിരെയുള്ള ഏത് നീക്കവും ശക്തമായിട്ട് പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടിയും രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആരംഭിച്ചു എന്നർത്ഥം. പാർട്ടി പാർട്ടികളും യോഗി പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കളമൊരുങ്ങി എന്ന് സാരം. മുഹമ്മദ് ജുനൈസിനും കുടുംബത്തിനും രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം സർക്കാർ ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJP അല്ലാത്ത എല്ലാവരും രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നവരാണ് എന്നാണല്ലോ അവരുടെ ഒരു വെപ്പ്. എല്ലാം രാജ്യദ്രോഹികളാണ്, അതാണല്ലോ അവരുടെ വെപ്പ്. അതിവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് BJP സംഘപരിവാർ ഭീരുക്കളെ ഞങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ലെന്നും UP പോലീസിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഓരോ നടപടികളെയും ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കുമെന്ന് പാർട്ടിയും പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, പാറ്റകൾ UPയിലേക്ക് പറന്ന് കയറാതിരിക്കാൻ യോഗി സർക്കാർ മൂർച്ച കൂട്ടി വെച്ചിട്ടുള്ള ആയുധം പഴയ ആയുധമാണ്, ഇസ്ലാമോഫോബിയ. ബാക്കിയെല്ലാം കണ്ടു കാണാം. നമസ്കാരം.